ഒരു മുംബൈ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അലീനയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് മനുശങ്കർ. വന്നപ്പോൾ മുതൽ വൈകുന്നേരം വരെ മനുശങ്കർ അലീനയോടൊപ്പമായിരുന്നു. അത് സ്റ്റാൻലി പപ്പയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല. പിന്നെ മനു യാത്ര പറഞ്ഞു പോകാൻ നേരം സ്റ്റാൻലി വന്നിട്ട് താൻ ടൗണിലേക്ക് പോകുന്നുണ്ടെന്നും തൻ്റെ കൂടെ പോന്നാൽ ടൗണിൽ ഇറക്കാമെന്നും പറഞ്ഞ് മനുവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മനുശങ്കർ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും സ്റ്റാൻലി പോർച്ചിൽ നിന്ന് കാർ മുറ്റത്തേക്ക് ഇറക്കിയിരുന്നു. അയാൾ തന്നെ അവന് വേണ്ടി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. മനുശങ്കർ അകത്ത് കയറി ഡോർ അടച്ചു. കാർ അടുത്ത നിമിഷം മുന്നോട്ട് കുതിച്ചു. മനുശങ്കറിന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. കാർ ഓടി മറയുന്നത് നോക്കി അലീന ആശങ്കയോടെ സിറ്റ് ഔട്ടിൽ നിന്നു. പുറത്തുപോയ ടൗണിലെത്തിയപ്പോൾ മനുശങ്കർ സ്റ്റാൻലിയോടായിട്ട് പറഞ്ഞു, ഇവിടെ നിർത്തിയാൽ മതി, എനിക്കിവിടെ നിന്ന് ബസ് കിട്ടും. പക്ഷേ സ്റ്റാൻലി കാർ നിർത്താൻ കൂട്ടാക്കിയില്ല. ടൗൺഷിപ്പ് പിന്നിട്ടതോടെ കാർ വേഗത കൂടി. മനുശങ്കർ സംശയത്തോടെ സ്റ്റാൻലിയെ നോക്കി. അയാളുടെ മുഖം മുറുകിയിരിക്കുന്നു. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. സ്പീഡോമീറ്ററിലെ സൂചി കുതിച്ചു കയറുന്നു. കാർ നിലം തൊടാതെ പറക്കുകയാണെന്ന് മനുവിന് തോന്നി. വളവുകളിൽ കാർ വെട്ടിത്തിരിയുന്നു. ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദം കുതിരച്ചിനക്ക് പോലെ. ഒരു പാലം കടന്ന് വളവെടുത്ത് ഉടൻ സഡൻ ബ്രേക്ക്. മനുശങ്കറിന്റെ തല ഡാഷ് ബോർഡിൽ ചെന്ന് ഇടിക്കേണ്ടതായിരുന്നു. റോഡിന്റെ മാർജിനിലേക്ക് ഇറങ്ങിയാണ് കാർ നിൽക്കുന്നത്. മനുശങ്കർ മുഖം തിരിച്ച് സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി എഞ്ചിൻ ഓഫ് ചെയ്ത് സ്വിച്ച് കീ എടുത്തിട്ട് മനുശങ്കറിനോടായിട്ട് പറഞ്ഞു, ഇറങ്ങി വാ. മനുശങ്കർ ചുറ്റും നോക്കി. വിജനമായിട്ടുള്ള സ്ഥലം. റോഡിന് മുകളിലും താഴെയും റബ്ബർ തോട്ടം. ഒരു വീട് പോലും എവിടെയും കാണാനില്ല. സ്റ്റാൻലി ഡോർ തുറന്ന് ഇറങ്ങി. ആശങ്കയോടെ മനുശങ്കറും ഇറങ്ങി. സ്റ്റാൻലി കാറിന്റെ മുൻപിൽ ചെന്ന് നിന്നു. മനുശങ്കർ കാറിന്റെ ബോണറ്റിന് ഇപ്പുറത്ത് നിലയുറപ്പിച്ചു. സ്റ്റാൻലി ഒരു സിഗാർ എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. ലൈറ്റർ തെളിച്ച് അതിന്റെ അറ്റത്ത് തീക്കനലുണ്ടാക്കി. സിഗാർ കടിച്ചു പിടിച്ചുകൊണ്ട് മനുശങ്കറെ നോക്കി. മുൻപോട്ട് വരാൻ ആംഗ്യം കാട്ടി. മനുശങ്കർ കാറിന്റെ മുൻപിലേക്ക് ചെന്നു. ബാംഗ്ലൂരിലാണ് ജോലി അല്ലേ? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാം എപ്പോഴും ഓർത്തിരിക്കാറില്ല. മറക്കേണ്ടവ മറക്കും. സാമാന്യം നല്ല ജോലിയാണ് അല്ലേ? അതെ. ശമ്പളം എത്രയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് എത്രയായാലും എന്നെ അത് ബാധിക്കുന്നില്ല. എന്നാലും മിസ്റ്റർ മനുശങ്കറിന് ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശമ്പളം ഉണ്ടാവുമായിരിക്കും ഇല്ലേ? ഉണ്ട്. വേണ്ടുവെന്നാൽ ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ചെയ്യാനും സാധിക്കും. IT കമ്പനിയിലൊക്കെ ആകുമ്പോൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാമല്ലോ മലയാളി പെൺകുട്ടികളും തമിഴത്തികളുമൊക്കെ. ഉണ്ട്. അങ്ങനെ ആരെങ്കിലും നോക്കുന്നതായിരിക്കില്ലേ ബുദ്ധി? എന്താണ് പറഞ്ഞു കൊണ്ടുവരുന്നതെന്ന് മനുവിന് മനസ്സിലായി. ഞാൻ അങ്ങനെ ശ്രമിച്ചില്ല. മുൻപേ തന്നെ നോക്കണ്ടേ? ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഒരേ പ്രൊഫഷൻ, ഒരേ കാഴ്ചപ്പാട്, ഒരേ തട്ടകം, ഇതൊക്കെയല്ലേ പ്രധാനമായിട്ടും നോക്കേണ്ടത്? അതിനൊക്കെ അപ്പുറത്ത് മനസ്സ് എന്നൊരു സംഗതി കൂടി ഉണ്ടല്ലോ അങ്കിൾ. മനസ്സ് അതൊരു മണ്ണാങ്കട്ടയാണ്. ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു കരിയിലയും. ഉദാഹരണത്തിന്, മഴ വരുമ്പോൾ കരിയില മുകളിൽ കയറിയിരുന്ന് മണ്ണാങ്കട്ടയെ നനയ്ക്കാതെ രക്ഷിക്കും. കാറ്റ് വരുമ്പോൾ മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ കയറിയിരുന്ന് കരിയിലയെയും രക്ഷിക്കും. അപ്പോൾ കാറ്റും മഴയും കൂടി ഒരുമിച്ച് വന്നാലോ? കരിയില പറന്നു പോകും. അപ്പോൾ മണ്ണാങ്കട്ട എന്ത് ചെയ്യും? ഉത്തരത്തിനായി സ്റ്റാൻലി മനുശങ്കറെ നോക്കി. മനുശങ്കർ മിണ്ടിയില്ല. ഓക്കെ, ഇത് പഴയൊരു മുത്തശ്ശി കഥയാ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ബാംഗ്ലൂരിലെ IT കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ്. അങ്ങനെയുള്ള ഒരു യുവാവിന് എന്തുകൊണ്ടും ചേരുന്ന ജോലി ഒരു IT പെൺകിടാവ് തന്നെയാണ്. ഇക്കാലത്ത് ജാതി മതഭേദങ്ങളൊന്നുമില്ലല്ലോ. മലയാളി മറാത്തി പെണ്ണിനെ കെട്ടുന്നു, പഞ്ചാബിയെ കെട്ടുന്നു, ഗുജറാത്തിയെ കെട്ടുന്നു. ശരിയാ, ജാതി മതഭേദം ഒട്ടുമില്ല. മനുശങ്കർ അല്പം ഊന്നി പറഞ്ഞു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അലീനയുടെ ഒരു ജീവിത രീതി അറിയാമല്ലോ. സ്വാർത്ഥതയും അതിമോഹവും തീരെയില്ല. പൈസ ഉണ്ടാക്കണമെന്നില്ല, സൂക്ഷിച്ചു വെക്കണമെന്നില്ല, സുഭിക്ഷമായിട്ട് ജീവിക്കണമെന്നില്ല. പണം ചോരുന്ന കൈകളാണ് അവളുടേത്. ഞാനീ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല സ്വഭാവം, അനുകമ്പ, കരുണ, ദാനശീലം, എല്ലാവർക്കും നന്മ വരണമെന്നുള്ള ആഗ്രഹം, സഹായ സന്നദ്ധത എല്ലാം നല്ലതാണ്. പക്ഷെ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ എടുത്ത് അവൾ ധർമ്മക്കാർക്ക് കൊടുത്താൽ നിനക്ക് ദേഷ്യം വരില്ലേ? മനുശങ്കർ ഒന്ന് ആലോചിച്ചു. കുഴക്കുന്ന ചോദ്യമാണ്. സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ. മനുശങ്കർ ഇനിയും കേൾക്കട്ടെ എന്ന മട്ടിൽ നിന്നു. ആർക്കായാലും ദേഷ്യം വരും. നിനക്കൊരു പദ്ധതി കാണും. വീടുണ്ടാക്കണം. അതിനുള്ളിൽ മെച്ചപ്പെട്ട വീട്ടുപകരണങ്ങൾ വേണം. കുറച്ച് പൈസ LICയിൽ ഇടണം. ഒരു നമ്പർ ചിട്ടി വേണം. ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ചെറിയൊരു നിക്ഷേപം വേണം. ലോൺ എടുത്തിട്ടെങ്കിലും ഒരു ചെറിയ കാർ വാങ്ങണം. കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ നല്ല കോച്ചിങ് കിട്ടുന്ന സ്കൂളിൽ പഠിപ്പിക്കണം. ഇതൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ഇത്രയെങ്കിലും ആഗ്രഹിക്കാത്തവർ അലസനും മടിയനും ആയിരിക്കും. തന്നെ ഒരു കുരുക്കിലേക്ക് പിടിച്ചിടുകയല്ല, മറിച്ച് താൻ നിൽക്കുന്നതിന് ചുറ്റും വല കെട്ടി കുരുക്കുണ്ടാക്കുകയാണ് ബുദ്ധിമാൻ. മനുശങ്കറിന് അത് മനസ്സിലായി. എന്താ ഒന്നും മിണ്ടാത്തത്? അലീനയുടെ പപ്പ പറഞ്ഞത് ശരിയാണ്. അവൻ സമ്മതിച്ചു കൊടുത്തു. ചിന്തിച്ചിട്ടേ മറുപടി പറയാവോ? നീ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് അവൾ 50 അനാഥ കുട്ടികൾക്ക് ഡ്രസ്സും പുസ്തകവും കുടയും ചോറ്റുപാത്രവും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവൾ നിന്റെ ഡ്രസ്സ് കൈകൊണ്ട് വാഷ് ചെയ്യും.
നീ മ്യൂച്വൽ ഫണ്ടിലേക്ക് കരുതി വെച്ച പൈസ എടുത്ത് അവൾ 10 അനാഥ കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. നീ കാർ വാങ്ങാൻ വെച്ച പൈസ കൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണം നടത്താൻ അവൾ നിന്നെ നിർബന്ധിക്കും. നീ ചിട്ടി പിടിച്ച പൈസ കയ്യിൽ വരുമ്പോൾ അവൾ ആൻഡി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അങ്കിൾന്നും വിളിച്ച് മനുശങ്കർ ഇടക്ക് കയറി. അപ്പോൾ അലീനയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അലസനും മടിയനും വകയ്ക്ക് കൊള്ളാത്തവനുമായിട്ടുള്ള ഒരുത്തന് തന്നെയാണോ? ഒരു നിമിഷം അന്തം വിട്ടു നിന്നിട്ട് സ്റ്റാൻലി പൊട്ടിച്ചിരിച്ചു. ചോദ്യം. അയാൾ അവനെ അഭിനന്ദിച്ചു. ഗുഡ്, വെരി ഗുഡ്, ഇന്റലിജന്റ്. സ്റ്റാൻലി കെട്ടുപോയ സിഗാർ വീണ്ടും ലൈറ്റർ ഉരച്ച് കൊളുത്തി 2 തവണ പുക വലിച്ചെടുത്ത് റബ്ബർ തോട്ടത്തിന് നേർക്ക് ഊതി പറത്തി. ഈ ചോദ്യം കൊള്ളാം, പക്ഷെ ഞാൻ അവളെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരുത്തന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ. അവൾ അനാഥരെ സഹായിക്കുന്നതിൽ ഒട്ടും എതിർപ്പില്ലാത്ത ഒരാൾ. അയാൾ ധനവാനായിരിക്കും. അയാൾക്ക് സ്വന്തമായിട്ട് വീടും കാറും വീട്ടുപകരണങ്ങളും ബാങ്ക് ഡിപ്പോസിറ്റും ഉണ്ടായിരിക്കും. അലീന പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും അയാളുടെ സാമ്പത്തിക സ്ഥിതിയെ അതൊരിക്കലും ബാധിക്കില്ല. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തും. ടാറ്റയുടെയും ബിർളയുടെയും അംബാനിയുടെയും മക്കളെയൊന്നും ഏതായാലും കിട്ടത്തില്ലല്ലോ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അലീന ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അലീന അവളുടെ ജീവിത നിലവാരം അനുസരിച്ച് സഹായിച്ചെന്നിരിക്കും. അങ്കിളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ 5000 രൂപയുടെ സഹായം ചെയ്യുന്നവർ അംബാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 5 ലക്ഷം രൂപയുടെ സഹായം ചെയ്തെന്നിരിക്കും. എത്ര ധനവാനാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നവനോട് മുൻകൂട്ടി പറയണം. എൻ്റെ മോൾക്കൊരു സ്വഭാവമുണ്ട്. അവൾ കണ്ണിൽ കണ്ടതെല്ലാം പൊറുക്കി പാവങ്ങൾക്ക് കൊടുക്കും. അതിനെതിരെ ആരും ഒരക്ഷരം മിണ്ടിയേക്കരുത്. സ്റ്റാൻലിയുടെ കണ്ണുകൾ ചുരുങ്ങി ചെറുതായി. തോക്കിൻ കുഴലിലൂടെ എന്ന വണ്ണം അയാൾ മനുശങ്കറിനെ നോക്കി. അവൾക്ക് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പണം ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് അവളുടെ പേരിൽ ബാങ്കിലിടും. അതിൻ്റെ പലിശ മതിയാകും. അവൾക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പക്ഷെ ഞാൻ അവളെ കല്യാണം കഴിച്ചാലും അങ്കിളിന് ഇത് തന്നെ ചെയ്യാമല്ലോ. എന്താ തടസ്സം? ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ അന്തസ്സിനും പണത്തിനും പ്രതാപത്തിനും ഇണങ്ങുന്ന ഒരുത്തിന് മാത്രമേ ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കൂ. അലീന സ്റ്റാൻലി ജോസഫിന്റെ കൂടെ താമസിക്കുന്നത് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലിന്റെ അന്തസ്സും പ്രതാപവും കണ്ടിട്ടാണോ? അല്ല, പണം കിട്ടുമല്ലോ എന്നുള്ള അതിമോഹം കൊണ്ടുമല്ല. അവളുടെ പപ്പയോട് അവൾക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. പണം കൊണ്ടും പദവി കൊണ്ടും അളന്ന് അങ്കിൾ അതിൻ്റെ വില താഴ്ത്തിക്കളയരുത്. ഓക്കെ മാൻ, ഞാൻ നിന്നോട് വാദിക്കാനില്ല. പക്ഷെ ഒരു കാര്യം ഇപ്പോഴേ ഓർമ്മയിൽ വെച്ചേക്ക്. നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു തരില്ല. അത് എൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. ആദ്യവും മതവും ഒന്നും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഒരു ഹിന്ദു യുവതിയെ പ്രാണനെ പോലെ സ്നേഹിച്ചവനാ ഞാൻ. പക്ഷെ ആ കുടുംബത്തിലേക്ക് ചതിയന്മാരും വഞ്ചകരുമുള്ള കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലേക്ക് എൻ്റെ മകളെ ഞാൻ ഒരിക്കലും അയക്കില്ല. പ്രത്യേകിച്ചും അവളുടെ സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. സഹോദരൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുന്നത് ഓരോ വിശ്വാസമല്ലേ? ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അലീനയെ വിവാഹം കഴിക്കാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രമല്ല, അത് നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു പോകുന്ന ഒരു ആചാരം കൂടിയാണ്. ഇവിടെ നിർത്താം. സ്റ്റാൻലിയുടെ മുഖം ക്രോധം കൊണ്ട് ചുവന്നു. ഇനി മേലിൽ നീ അലീനയെ കാണാനെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരരുത്. എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ വന്നാൽ ഞാൻ പെരുമാറുന്നത് ഈ രീതിയിൽ ആയിരിക്കില്ല. സ്റ്റാൻലി വിരലുകൾക്കിടയിൽ പുകയുന്ന സിഗാർ റബ്ബർ തോട്ടത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് തിരിച്ചു നടന്ന് കാറിനരികെ വന്ന് ഡോർ തുറന്നു. കേറ്, അയാൾ മനുശങ്കറിനോട് ആജ്ഞാപിച്ചു. നോ താങ്ക്സ്. മനുശങ്കർ കാറിൽ കയറാൻ വിസമ്മതിച്ചു. ഇവിടെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല. ഞാൻ ടൗണിൽ തിരിച്ചു കൊണ്ടുവിടാം. അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട അങ്കിൾ, ഇനി അങ്കിളുടെ ഔദാര്യം സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. അതിൻ്റെ ആവശ്യമെന്താ? സ്റ്റാൻലി കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് കാട്ടിനടുത്ത് ഇറക്കി വിട്ടെന്ന് പറയാനോ? അങ്ങനെയൊന്നും ഞാൻ ആരോടും പറയില്ല. അങ്കിൾ തിരിച്ചു പോയിക്കോ. സ്റ്റാൻലി അല്പം സംശയിച്ചു നിന്നു. പിന്നെ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇട്ട് തന്നെ തിരിച്ചു. മനുശങ്കർ കൈ ഉയർത്തിക്കാട്ടി. സ്റ്റാൻലി കാർ തിരിച്ചു കുളത്തൂപ്പുഴക്ക് പോന്നു. സ്റ്റാൻലി റിയർവ്യൂ മിററിലൂടെ നോക്കുമ്പോൾ മനുശങ്കർ റക്സാക്ക് പുറത്തിട്ട് റോഡരികിലൂടെ നടന്നു നീങ്ങുന്നത് അയാൾ കണ്ടു. അവൻ ഇപ്പോൾ തന്നെ മൊബൈലിൽ വിളിച്ച് അലീനയെ വിവരമറിയിക്കുമെന്ന് സ്റ്റാൻലി കണക്ക് കൂട്ടി. അയാൾ തിരിച്ച് വീട്ടിലെത്തി. അലീന സിറ്റൗട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ശങ്കറിനെ യാത്രയയക്കാൻ വന്ന് നിന്നതാണ്. അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല. സ്റ്റാൻലി പോർച്ചിൽ കാർ നിർത്തി ഇറങ്ങിച്ചെന്നു. അയാൾ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണിൽ ചോദ്യങ്ങൾ. പപ്പ എന്താ ഇത്രയും താമസിച്ചത്? താമസിച്ചോ? ഇല്ലല്ലോ. മനുവേട്ടന് ബസ് കിട്ടിയോ പപ്പ? അറിയില്ല. പപ്പ നോക്കിയില്ലേ? സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞു കാണില്ലേ? അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ? ഞാൻ അവനെ ടൗണിലല്ല ഇറക്കി വിട്ടത്. പിന്നെ കുറെ കൂടി മുൻപോട്ട് പോയി. കരിക്കൻകാരുടെ റബ്ബർ തോട്ടത്തിൽ. അലീന അന്തം വിട്ടു. എന്തിനാ പപ്പ അവിടെ കൊണ്ടുപോയി ഇറക്കിയത്? എനിക്ക് അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. താൻ ഭയന്നത് ശരി തന്നെ എന്ന് അലീനക്ക് ബോധ്യമായി. എന്ത് കാര്യങ്ങൾ? അത് ഞങ്ങൾ തമ്മിലുള്ള വിഷയം. നീ അറിയണ്ട. സ്റ്റാൻലി മുൻപോട്ട് നീങ്ങാൻ ഭാവിക്ക് അലീനയുടെ ചോദ്യം വന്നു. എന്നെ കാണാൻ വന്ന ആളല്ലേ പപ്പ? സ്റ്റാൻലി തെല്ലിട സംശയിച്ചു നിന്നു. എന്നിട്ട് അലീനയുടെ നേർക്ക് തിരിഞ്ഞു.
രണ്ട് കാര്യങ്ങൾ ഞാൻ അറുത്തു മുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിന്നെ വിവാഹം കഴിക്കാമെന്നൊരു മോഹം വെറുതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ടെന്നും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലെന്നും. രണ്ട്, ഇനി മേലിൽ നിന്നെ കാണാനായിട്ട് ഇവിടെ വരരുത്, എനിക്കത് ഇഷ്ടമല്ല. അതിനുശേഷം അവൻ എൻ്റെ കാറിൽ കയറിയില്ല, ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്ന് ഞാൻ പറഞ്ഞതാ. അവനങ്ങ് നടന്നുപോയി, അത്രയുള്ളൂ. സ്റ്റാൻലി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അലീന തൂണിൽ പിടിച്ച് തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്നു. അവൾ വിദൂരതയിലേക്ക് നോക്കി. ഏതോ റബ്ബർ തോട്ടത്തിന് നടുവിലെ ടാർ റോഡിലൂടെ മനുശങ്കർ തലയും കുനിച്ച് നടന്നു പോകുന്നത് അവൾക്ക് കാണാമെന്ന് തോന്നി. ിലിരുന്ന മൊബൈൽ ഫോണിൽ അവൾ മനുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ കാതോട് ചേർത്തു. സ്വിച്ച്ഡ് ഓഫ് എന്ന ക്ലീനാദം 2 തവണ കൂടി അവൾ ശ്രമിച്ചു നോക്കി. ഇല്ല, ഫോൺ ഓഫ് ചെയ്തിരിക്കുന്നു. അലീനയുടെ മെയിലുകൾ നിറഞ്ഞു വന്നു. ചുമലിൽ ഒരു ബാഗും തൂക്കി വിജനതയിലൂടെ നടന്നു നീങ്ങുന്നവന്റെ ചിത്രം മാത്രം അവളുടെ കണ്ണുകളിൽ മായാതെ നിന്നു. സ്റ്റാൻലിയുടെ മുന്നിൽ ഗ്ലാസ് ടീപ്പോയിലെ കുപ്പി പാതി ഒഴിഞ്ഞിരുന്നു. മുറിയിൽ ഇരുട്ട് പരന്നപ്പോൾ ആൻ്റപ്പനാണ് ലൈറ്റ് ഇട്ട് കൊടുത്തത്. അവൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുക. ആൻ്റപ്പൻ വല്ലായ്മയോടെ പറഞ്ഞു. അതിന് ഞാനെന്ത് വേണം? സ്റ്റാൻലി ആൻ്റപ്പനോട് തട്ടിക്കയറി. ആൻ്റപ്പൻ മുറി വിട്ടുപോയി. സ്റ്റാൻലി എഴുന്നേറ്റ് ജനാല വിരി വകഞ്ഞു മാറ്റി നോക്കി. ബംഗ്ലാവിൻ്റെ നീളൻ വരാന്തയിൽ നിന്ന് മുമ്പോട്ട് തള്ളി നിൽക്കുന്ന സിറ്റൗട്ടിൽ ഒരു കോണിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കസേരയിൽ അലീന ഇരിക്കുന്നത് കാണാമായിരുന്നു. സ്റ്റാൻലി മനുശങ്കറിനെ കൊണ്ടുവിട്ടിട്ട് മടങ്ങി വന്ന് അവളോട് സംസാരിച്ചതിന് ശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇതിനകം തന്നെ സ്റ്റാൻലി 3 തവണ ജനാല വിരി മാറ്റി നോക്കുകയുണ്ടായി. അപ്പോഴെല്ലാം അവൾ അവിടെ തന്നെയുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടി ചായൻ മുറിയിലേക്ക് കയറി വന്നു. ആ പങ്കൊച്ചിന് എന്ത് പറ്റിയതാ? മണിക്കൂർ എത്രയായി അവിടെ തന്നെ ഇരിപ്പ് തുടങ്ങിയിട്ട്? ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു മിണ്ടാട്ടവുമില്ല. പിണങ്ങിയിരിക്കുവാണല്ലോ. അവിടെ ഇരുന്നോട്ടെ. അപ്പച്ചൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി തലയിടുന്നേ? നീ അവളെ വഴക്ക് വല്ലതും പറഞ്ഞോ ലാലിച്ച? വഴക്കല്ല, കാര്യം പറഞ്ഞു. അതവൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എന്താ നീ പറഞ്ഞത്? കൊല്ലപ്പള്ളി കൈതക്കലെ ആ ചെക്കനുമായിട്ടുള്ള കല്യാണം നടക്കില്ലെന്നും അവൻ ഇനി ഇവിടെ വരാൻ പാടില്ലെന്നും. പെട്ടെന്ന് മുറി 2 എന്ന മട്ടിൽ പറഞ്ഞു കാണും. ഇതൊക്കെ ഒരു നയത്തിൽ വേണ്ടേ പറയാൻ? ഇതിലൊക്കെ എന്തിനാ നയവും മയവും? ഉള്ള കാര്യം പറയുക, അത്ര തന്നെ. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാൻ മറ്റെന്ത് സംഗതിക്കും ആവശ്യത്തിലധികം ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെയല്ല വഴക്ക് പറഞ്ഞത്, അവനോടാണ് പറഞ്ഞത് മേലിൽ ഇവിടെ വരരുതെന്ന്. അതാ ഇപ്പം നന്നായത്. അവളോട് പറഞ്ഞാലും വേണ്ടില്ലായിരുന്നു. നിനക്കത് ആ ചെക്കനോട് പറയാൻ കൊള്ളാമോ? പറഞ്ഞാലെന്താ? അവൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ആ ബന്ധം നമുക്ക് വേണ്ട. അത് മുഖത്ത് നോക്കി പറയാൻ ഞാൻ ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുക്കണോ? എടാ ലാലിച്ച, ഇതിപ്പം അവളെ കാണാൻ വന്നയാളെ നീ അപമാനിച്ചു വിട്ടതുപോലെയായില്ലേ? അപമാനിച്ചു വിട്ടിട്ടൊന്നുമില്ല, അത് അവനറിയാം. അവനെ റബ്ബർ കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടോ എന്നാര് പറഞ്ഞു? അപ്പൊ ചോദ്യം പറച്ചിലും വിശദീകരണം ഒക്കെ കഴിഞ്ഞു. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. അങ്ങനെ ഒരു ആരോപണം വരുമെന്ന്. കാറിൽ കയറാൻ അവനെ ഞാൻ നിർബന്ധിച്ചതാ. കൊണ്ടുവിടാമെന്നും പറഞ്ഞു. കയറാതെ പോയത് അവന്റെ അഹങ്കാരം. എന്നോട് പറയുന്നതിനേക്കാൾ ഭേദം വല്ല പോത്തിന്റെയും ചെവിയിൽ. അത്രയും പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി മുഖം വെട്ടി തിരിച്ച് രൂക്ഷമായിട്ട് നോക്കി. ഔതക്കുട്ടി ചായൻ പിന്നെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. വാൾ ക്ലോക്കിൽ മണി 8 വരെ സ്റ്റാൻലി പുക വലിച്ചുകൊണ്ട് മുറിയിലൂടെ നടന്നു. പിന്നെ സിറ്റൗട്ടിലേക്ക് ചെന്നു. അലീന കസേരയിൽ ചാരിയിരിപ്പുണ്ട്. അവളുടെ കാൽ ചുവട്ടിൽ 2 നായ്ക്കളും വല്ലായ്മയോടെ കിടക്കുന്നു. സ്റ്റാൻലി അരികെ ചെന്നപ്പോൾ നായ്ക്കൾ തല പൊക്കി നോക്കി കണ്ണു ചിമ്മി. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? കുറെ നേരമായല്ലോ, സ്റ്റാൻലി ചോദിച്ചു. ഒന്നുമില്ല, അലീന മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ അകത്ത് പോയിരിക്കരുതോ? ഇവിടെ ഇങ്ങനെ പാതിരാ വരെ നോക്കുകുത്തി പോലെ ഇരുന്നേക്കാമെന്ന് എവിടെയെങ്കിലും വഴിപാട് നേർന്നിട്ടുണ്ടോ? ഞാൻ എണീറ്റ് പോയിക്കൊള്ളാം. അൽപ്പോ നേരം എത്രയായെന്ന വിചാരം? അലീന തൂണിൽ പിടിച്ചെഴുന്നേറ്റു. സ്റ്റാൻലി പിടിക്കാൻ ഭാവിച്ചപ്പോൾ അവൾ തടഞ്ഞു. വേണ്ട, പിടിക്കണ്ട. അവൾ പ്ലാസ്റ്റർ ഇട്ട കാൽ നിലത്ത് പതിയെ കുത്തി നടക്കാൻ ശ്രമിച്ചു. അഹങ്കാരം കാണിക്കരുത്. സ്റ്റാൻലി അവളുടെ തോളിലൂടെ കൈയിട്ടു. അലീനയുടെ ഒരു കൈ തന്റെ ചുമലിലും പിടിപ്പിച്ചു. അയാൾ തന്നെ അവളെ താങ്ങി നടത്തി ബെഡ്റൂമിലെത്തിച്ചു. കിടക്കയിൽ ഇരുത്തി. അവൾ കൈകൾ മടിയിൽ വെച്ച് അതിലേക്ക് നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പൗലോസ് ചേട്ടനോട് പറയാം. വേണ്ട. സ്റ്റാൻലി പോകാനായിട്ട് 2 ചുവട് നടന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാ? ആരോടാ നിന്റെ ഈ വാശിയും ദേഷ്യവും? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അലീന അന്താളിച്ച് മുഖമുയർത്തി നോക്കി. പപ്പയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ദേഷ്യം. അവൻ ഇവിടെ വരുന്നതും നിന്നെ കാണുന്നതും സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ ഞാനത് തുറന്നു പറയണ്ടേ? മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ആ ഫാമിലിയോടുള്ള യാതൊരു ബന്ധവും എനിക്കിഷ്ടമല്ല. അത് മാത്രമല്ല, മേനോന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നതും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. മേനോൻ വേണമെങ്കിൽ വല്ലപ്പോഴും ഇവിടെ വന്ന് പോയിക്കോട്ടെ. അയാളാണല്ലോ നിന്നെ ഇവിടെ എത്തിച്ചത്. അലീന ഉള്ളം കൈയിലേക്ക് നെറ്റി താങ്ങി പെട്ടെന്ന് കുനിഞ്ഞിരുന്നു. നീ ചെല്ലുന്നിടത്തെല്ലാം പ്രസംഗിക്കുന്നത് കേൾക്കാമല്ലോ. ക്ഷമ വേണം, അച്ചടക്കം വേണം, തേങ്ങാക്കുല വേണമെന്നൊക്കെ. നിനക്ക് അതൊന്നും വേണ്ടേ? അതോ പ്രസംഗിക്കുന്നവർക്ക് അതൊന്നും പ്രവൃത്തിയിൽ വേണ്ടെന്നാണോ? ഞാൻ ഇതുവരെ നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. ആ മനുശങ്കറിന്റെ അടുത്ത് 2 കാര്യം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ.
അലീന കുനിഞ്ഞിരുന്ന് കണ്ണു തുടയ്ക്കുന്നത് കണ്ടതോടെ അയാൾ വേഗം മുറി വിട്ടിറങ്ങി. കോറിഡോറിലൂടെ 4-5 ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും ഔതുക്കുട്ടി ചായനെത്തി. എന്താ ഇവിടെ നിന്നൊരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ. എനിക്കെന്താ ഉറക്കെ സംസാരിച്ചുകൂടെ? എൻ്റെ വീടായത്. ഇവിടെ എനിക്ക് ഇഷ്ടമില്ലാത്തവർ വരരുത് എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഇതിന് നീ എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇറങ്ങിപ്പോകണോ ഇവിടെ നിന്ന്? ഞാൻ പോയേക്കാം. ഔതുക്കുട്ടിച്ചായൻ അലീനയുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നോക്കി. കൈത്തലത്തിൽ നെറ്റി താങ്ങി അവൾ കട്ടിലിൽ ഇരിക്കുന്നതും കണ്ടു. സ്റ്റാൻലി നടത്തം നിർത്തി ദഹിപ്പിക്കും വിധം അയാളെ നോക്കി. ഇവിടെ എന്താ കാര്യം? ഞാൻ പോയിക്കോളാം. നിങ്ങൾ അപ്പനും മോളും കൂടി എന്താന്ന് വെച്ചാൽ ചെയ്യേ. ഔതുക്കുട്ടിച്ചായൻ പിൻവാങ്ങി. സ്റ്റാൻലി വീണ്ടും നടപ്പ് തുടർന്നു. വാതിൽക്കൽ ചെന്ന് അല്പസമയം അവളെ നോക്കി നിന്നു. പിന്നെ മുറിക്കുള്ളിലേക്ക് കയറി. കട്ടിലിനരികിൽ അല്പസമയം ചുറ്റിപ്പറ്റി നടന്ന ശേഷം അലീനയുടെ അടുത്തായിട്ട് ഇരുന്നു. പതിയെ പാളി നോക്കി. കരച്ചിലൊന്നുമില്ല, എങ്കിലും കണ്ണീര് വരുന്നുണ്ട്. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്റ്റാൻലി മയത്തിൽ സംസാരിച്ചു. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണ്ടേ? അയാൾ അവളുടെ മടിയിലിരുന്ന കൈത്തണ്ടയിൽ മൃദുവായിട്ട് പിടിച്ചു. അവൾ പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ചു. നീ ഇപ്പോൾ പഴയ അനാഥ പെൺകുട്ടിയല്ല. അവൾ അല്പം ബലം പ്രയോഗിച്ച് അവളുടെ കൈത്തലം പിടിച്ചടക്കി. കൊട്ടാരമറ്റത്തിൽ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് നീ. പ്രായവും പക്വതയുമുള്ള. അവൾ പെട്ടെന്ന് മുഖമുയർത്തി അയാളെ നോക്കി. എന്നിട്ട് വിങ്ങിക്കരഞ്ഞു. പപ്പ എന്നോട് മിണ്ടണ്ട. ഹാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പപ്പ എന്നോട് മിണ്ടണ്ട. സ്റ്റാൻലി ഒരു നിമിഷം അത്ഭുത സ്തബ്ധനായി. അത് അലീനയൊന്നുമല്ല. പ്രായപൂർത്തി വന്ന് പക്വതയാർജിച്ച യുവതിയല്ല. 6-7 വയസ്സ് മാത്രമുള്ള ഒരു ബാലിക. ഏതോ കളിപ്പാട്ടം തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞതിന് പപ്പയുടെ വഴക്ക് കേട്ട് പിണങ്ങിക്കരയുന്ന കൊച്ചുകുട്ടി. എവിടെ നിന്നോ ഒരു അലിവും വാത്സല്യവും കൊഞ്ചലും അയാളുടെ നെഞ്ചിലും ഊറിക്കൂടി. അവളുടെ തോളത്ത് കൂടി കൈയിട്ട് അവളുടെ ശിരസിലേക്ക് തലമുട്ടിച്ചുകൊണ്ട് അയാൾ സാന്ത്വനിപ്പിച്ചു. പോട്ടെ, സാരമില്ല. ഇത്രയും ചെറിയ കുട്ടിയാണെന്നൊന്നും പപ്പയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. എത്തിയത് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് 4 ഡയലോഗ് പറയുമെന്ന. അലീനയുടെ തേങ്ങലുകൾ ശമിക്കുന്നതുവരെ അവർ അങ്ങനെ തന്നെ ഇരുന്നു. ഒടുവിൽ അലീന പുതപ്പ് വലിച്ചെടുത്ത് കണ്ണും കവിളും തുളച്ചു. അവൾക്ക് ആശ്വാസമായെന്ന് കണ്ടപ്പോൾ സ്റ്റാൻലി പതുക്കെ വിഷയത്തിലേക്ക് കടന്നു. ആ ഫാമിലിയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട അലീന. അത് കൊള്ളാത്ത കുടുംബമാണ്. അവർക്ക് എന്ത് ദുഷ്പ്രവൃത്തി ചെയ്യാനും മടിയില്ല. നിന്റെ കാര്യം തന്നെ ആലോചിച്ചു നോക്ക്. നിന്നെ അവരല്ലേ അനാഥാലയത്തിൽ കൊണ്ടു തള്ളിയത്? അലീന മുഖം ചെരിച്ച് സ്റ്റാൻലിയെ നോക്കി. അങ്ങനെ ഒരു ക്രൂരത കൊട്ടാരമറ്റം തറവാട്ടുകാരും നടത്തിയിട്ടുണ്ടല്ലോ. റാണി ആന്റിയുടെ മോളെ ആരാ ഓർഫനേജിൽ ഉപേക്ഷിച്ചത്? പോലെയാണോ ഇത്? ഓർഫനേജിൽ ഏൽപ്പിച്ചെങ്കിലും സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു. തന്റെ കുഞ്ഞിനെ ഷെറിൻ പോയി കാണുന്നുണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? 23 വർഷം നിന്നെ ജീവനോടെ കുഴിച്ചു മൂടി. നിന്നെ പ്രസവിച്ച അമ്മയടക്കം. ഇല്ല പപ്പ, അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പപ്പയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. പപ്പ എവിടെയായിരുന്നു കഴിഞ്ഞ 23 വർഷം? അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പപ്പയ്ക്ക് അറിയാമായിരുന്നില്ലേ? അത് പപ്പയുടെ കുട്ടിയാണെന്നും അറിയാമായിരുന്നില്ലേ? എന്നിട്ട് പപ്പ അന്വേഷിച്ചോ? അമ്മ അതിനെ പ്രസവിച്ചോ? അത് ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയാണ് ആ കുഞ്ഞ്? ആ ചോദ്യത്തിന് മുമ്പിൽ സ്റ്റാൻലി ഒന്ന് പതറി. സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കി. അവൾ വെറുതെ ചോദിച്ചതാണോ? ഒരു തർക്കത്തിന് വേണ്ടി അല്ല. അവളുടെ കണ്ണുകൾ ഉത്തരം തേടുന്നത് അയാൾ കണ്ടു. ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം അയാൾ പറഞ്ഞു. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ബാലചന്ദ്ര മേനോൻ വന്ന് നിന്നെപ്പറ്റി എന്നോട് പറയുന്നത് വരെ. അപ്പൊ എന്തുകൊണ്ട് എന്നെ അന്വേഷിച്ചില്ല? അമ്മയെ എല്ലാവരും കൂടി പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോഴേക്കും അത് മരിച്ചു കഴിഞ്ഞിരുന്നുവെന്ന്. അത് നിനക്കെങ്ങനെ അറിയാം അങ്ങനെയാണ് സംഭവിച്ചതെന്ന്? ചിത്ത മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവനോടെയുണ്ടെന്ന് എന്നെ പ്രസവിച്ച അമ്മയ്ക്ക് അറിയില്ലെന്ന്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു ജീവിതമാണ് അമ്മയുടേതെന്ന്. പിന്നെ മനുവേട്ടിൽ നിന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞു. അച്ഛൻ മനുവേട്ടനോട് പറഞ്ഞ ചില കഥകൾ പിന്നീട് രോഹിത്തും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പപ്പയും അമ്മയും തമ്മിൽ പണ്ട് ആഗ്രയിൽ വെച്ചുണ്ടായിരുന്ന അടുപ്പവും കുറേ നാൾ ഒന്നിച്ച് ജീവിച്ചതും ഒടുവിൽ വിവരമറിഞ്ഞ് അമ്മയുടെ ആങ്ങളമാർ വന്ന് അമ്മയെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതും നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ എന്നെ പ്രസവിച്ചതുമെല്ലാം. ഓഹോ. സ്റ്റാൻലി ചെറിയൊരു ജാള്യതയോടെ മകളെ നോക്കി. നിനക്കപ്പോൾ കഥകളൊക്കെ അറിയാം. അയാൾ കട്ടിൽ നിന്നും എഴുന്നേറ്റു. എല്ലാം അറിയില്ല പപ്പ. കഥയുടെ ഒരു വശം മാത്രമല്ലേ എനിക്കറിയൂ. അച്ഛനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യം വന്നില്ല. അച്ഛനെ അമ്മയും ബന്ധുക്കളും ചേർന്ന് ചതിച്ചെന്നാണ് അച്ഛൻ്റെ വിശ്വാസം. ആ ചതിക്കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണല്ലോ ഞാൻ. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ അച്ഛനോട് ആ കഥ പറയാൻ ആവശ്യപ്പെടുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? ആ ഒരു നാണക്കേട് കൊണ്ടാ ചോദിക്കാഞ്ഞത്. മേനോൻ എങ്ങനെ അറിഞ്ഞു ആഗ്രയിലെ കഥകളൊക്കെ? നീ രേവതിക്കുട്ടിക്ക് എഴുതിയ കത്തിൽ അതൊന്നുമില്ലായിരുന്നല്ലോ. നീലഗിരിയിൽ പോയി അന്വേഷിച്ചറിഞ്ഞതാ. അമ്മയുടെ മൂത്ത ആങ്ങള ഗംഗാധര മേനോൻ നീലഗിരിയിലാ താമസം. ആഗ്രയിൽ അദ്ദേഹത്തോടൊപ്പമായിരുന്നത്രേ അമ്മ താമസിച്ചിരുന്നത്. പപ്പക്കറിയാമല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സത്യം തുറന്നു പറയേണ്ടി വന്നു എന്നാ മനുവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്ത് സത്യം? പപ്പക്കറിയാമല്ലോ. പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത്?
എനിക്കറിയാവുന്ന ചില സത്യങ്ങളുണ്ട്. അതും ഈ സത്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുമോ എന്ന് അറിയണ്ടേ? പപ്പയ്ക്ക് അറിയാവുന്ന സത്യങ്ങൾ എന്തൊക്കെയാ? അലീന ആകാംക്ഷയോടെ ചോദിച്ചു. ജയന്തിയുടെ ആങ്ങളമാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ജയന്തിയെ ഞാൻ കണ്ടിട്ടില്ല. പപ്പയും അമ്മയും ഒന്നിച്ചല്ലേ താമസിച്ചിരുന്നത് ആഗ്രയിൽ. ആഗ്രയിൽ നിന്ന് കുറച്ചു മാറി ഒരു വാടക വീട്ടിൽ. ഗംഗാധര മേനോന് ആഗ്രയിൽ നല്ല പരിചയമുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ജയന്തിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അമ്മയ്ക്ക് അന്ന് പപ്പായോട് ഒരുപാട് ഇഷ്ടമായിരുന്നോ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? സ്റ്റാൻലി കപടദേഷ്യത്തിൽ ചോദിച്ചു. പിന്നെ എനിക്കറിയണ്ടേ? എൻ്റെ പപ്പയും അമ്മയും തമ്മിൽ ഒത്തിരി സ്നേഹമുണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നത് തന്നെ എനിക്കെന്തൊരു സന്തോഷമാ. അവൾക്ക് എന്നെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. അന്ന് ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നോ അമ്മ? ആര് പറഞ്ഞു? ദേഷ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശാന്തതയുള്ള സ്വഭാവമായിരുന്നു. ഇപ്പം പപ്പയൊന്ന് കാണണം. എന്താ അമ്മയുടെ ഒരു ദേഷ്യം? നാക്കിൻ്റെ മൂർച്ചയോ? ഭയങ്കരം. ജയന്തി ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഞാനായിരുന്നു ദേഷ്യക്കാരൻ. അതിനിപ്പോഴും ഒരു കുറവും വന്നിട്ടില്ലല്ലോ. അലീന ശാസിക്കുന്ന മട്ടിൽ പറഞ്ഞു. സ്റ്റാൻലി മന്ദഹസിച്ചു. പപ്പയ്ക്ക് അമ്മയോടും ഒരുപാട് ഇഷ്ടമായിരുന്നോ? ഏയ്, ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നേര് പറ പപ്പ, എനിക്ക് കേൾക്കാൻ കൊതിയായിട്ടല്ലേ. നിനക്ക് നാണമില്ലേ അലീനെ? ഓ, പട്ടാളക്കാരൻ്റെ ഒരു ഗമ. പണ്ടൊരു പെണ്ണിനെ പ്രേമിച്ചിരുന്നുവെന്ന് സമ്മതിച്ചാൽ കേണൽ സിംഹത്തിൻ്റെ ജടയൊക്കെ കൊയിഞ്ഞു പോയാലോ? ശരി, ബാക്കി പറ. ഒന്നിച്ച് താമസിച്ചു. പിന്നെ ജയന്തിയുടെ ആങ്ങളമാർ അവളെ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. ഞാനപ്പോൾ പുനലൂരിൽ പോയിരിക്കുവാണ്. നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വിവാഹം നടത്താൻ ജയന്തിക്ക് ഒരു ആഗ്രഹം. കൊല്ലപ്പള്ളി തറവാട്ടിൽ അത് സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാം. കൊട്ടാരമറ്റത്തിലെങ്കിലും ഒരു അംഗീകാരം കിട്ടുമോ എന്ന് നോക്കണം. അവളാണ് എന്നെ നിർബന്ധിച്ച് അയച്ചത്. ഞാൻ വിചാരിച്ചാൽ അപ്പച്ചനോടും അമ്മച്ചിയോടും നിർബന്ധിച്ച് പറഞ്ഞാൽ കല്യാണം നടക്കുമെന്നായിരുന്നു അവളുടെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ പുനലൂരിലേക്ക് പോയത്. അത്രയും വരെ എനിക്കറിയാം. പിന്നീട് എന്തുണ്ടായി? ഞാനും ജയന്തിയും തമ്മിലുള്ള കല്യാണം നടത്തുന്നതിന് അപ്പച്ചനായിരുന്നു ഏറ്റവും എതിർപ്പ്. എൻ്റെ അനുജന്മാരുടെ സ്വഭാവം അറിയാമല്ലോ. ഔസേപ്പച്ചൻ മാത്രമേ പ്രായപൂർത്തി വന്നവനായിട്ടുള്ളൂ. ആൽബിയും റോബിയും പഠിക്കുകയാണ്. മേരിക്കുട്ടി കന്യാസ്ത്രീ ആയി കഴിഞ്ഞു. അപ്പച്ചൻ ചിറ്റപ്പന്മാരുടെയും എൻ്റെ അമ്മാച്ചന്മാരുടെയും കൂട്ടുപിടിച്ച് വലിയ ബഹളമുണ്ടാക്കി. അങ്ങനെ ഒരു പെണ്ണിനെ കൊട്ടാരമറ്റം തറവാട്ടിൽ കാലുകുത്താൻ സമ്മതിക്കില്ല. തറവാട്ടിൽ നിന്ന് ഒരു രൂപയുടെ ഓഹരി പോലും തരില്ല എന്നൊക്കെയായിരുന്നു ഭീഷണി. ഞാനെന്ന് എല്ലാവരുമായിട്ടും വഴക്കുണ്ടാക്കി. ജയന്തിയെ കല്യാണം കഴിച്ച് കൊട്ടാരമറ്റം തറവാട്ടിൽ തന്നെ കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ചു. ചെറുപ്പത്തിൻ്റെ തിളപ്പല്ലേ, പോരെങ്കിൽ പട്ടാളക്കാരനും. അന്ന് രാത്രി ഞാൻ കുറേ കുടിച്ചു. കാർ ഓടിച്ചു പോകുമ്പോഴോ ആക്സിഡൻറ്റോ? അതൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പറയേണ്ടി വന്നത്. കണ്ണു തുറക്കുമ്പോൾ ഞാൻ എറണാകുളത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ്. ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് 147 ദിവസം കഴിഞ്ഞു. കഴുത്തെല്ലിനും തലയ്ക്കുമായിരുന്നു ഗുരുതരമായിട്ടുള്ള പരിക്ക്. 2 വാരിയെല്ലുകൾ ഒടിഞ്ഞു. ഇടത്തെ കാലിൻ്റെ മുട്ടിന് താഴെ അസ്ഥി മാത്രമല്ല ഇപ്പോഴുള്ളത്, ഒരു സ്റ്റീൽ റാഡുമുണ്ട്. അതിലാണ് ഞാൻ എഴുന്നേറ്റ് നടന്നത്. 3.5 മാസത്തോളം ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്ന് തീർച്ചയില്ലാതെ കോമയിലായിരുന്നു ഞാൻ. ബോധം വീണ്ടു കിട്ടിയെങ്കിലും പരസഹായം കൂടാതെ തിരിഞ്ഞു കിടക്കാൻ പോലും വയ്യ. 6 മാസത്തിന് ശേഷം എന്നെ മദ്രാസിലെ കന്റോൺമെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 1.5 വർഷത്തിനിടെ 4 മേജർ ഓപ്പറേഷനുകൾ. അതിനു ശേഷമേ എനിക്ക് ശരിക്കും എണീറ്റ് നടക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിന് വല്ലായ്മയോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് കണ്ണും നട്ടിരുന്നു. ബോധം വീണ്ടു കിട്ടി സംസാരിക്കാമെന്നായപ്പോൾ ഞാൻ ജയന്തിയെ അന്വേഷിച്ചു. അവളുടെ ആങ്ങളമാർ ആഗ്രയിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നല്ലാതെ യാതൊരു അറിവുമില്ല. എന്നെ സന്ദർശിക്കാൻ വരുന്ന ചിലരുടെ സഹായം ഉപയോഗിച്ചാണ് അന്വേഷണം. കൊല്ലപ്പള്ളി കൈതക്കൽ പോയി അന്വേഷിക്കാനും ആളെ ഏർപ്പാടാക്കി. ജയന്തി അവിടെ ഇല്ലെന്ന് അറിവ് കിട്ടി. ഒടുവിൽ അപ്പച്ചനെ തന്നെ അഭയം പ്രാപിച്ചു. ജയന്തി പ്രസവിച്ചിട്ടുണ്ടാകുമെന്ന് തീർച്ചയുണ്ട്. അതേപ്പറ്റി അന്വേഷിക്കണം. അപ്പച്ചൻ അന്വേഷിച്ചിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ജയന്തിയുടെ പ്രസവം അവളുടെ വീട്ടുകാർ എവിടെയോ വെച്ച് രഹസ്യമായിട്ട് നടത്തി. കുട്ടി ജീവിച്ചിരിപ്പില്ല, പ്രസവത്തോടെ മരിച്ചു എന്നാണ് അറിവ്. ഇനി ദീർഘശ്വാസമെടുത്തു. പപ്പയ്ക്ക് സുഖപ്പെട്ട് കഴിഞ്ഞ് അന്വേഷിക്കാമായിരുന്നല്ലോ. അന്വേഷണത്തിന് ഒരു പരിധിയില്ലേ? കൊല്ലപ്പള്ളിയിൽ ഞാൻ കാറുമായിട്ട് ചെന്നു. എനിക്ക് കാറിൽ നിന്നും ഇറങ്ങാൻ പോലും വയ്യ. ജയന്തിയുടെ അച്ഛനും ആങ്ങളമാരും കൂടി എന്നെ അപമാനിച്ചാണ് തിരിച്ചയച്ചത്. ആഗ്രയിലെ എൻ്റെ കണക്ഷൻസ് ഉപയോഗിച്ച് ഞാൻ ഡൽഹിയിൽ ചില അന്വേഷണങ്ങൾ നടത്തി. അവിടെ ആർക്കെപുരത്ത് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗംഗാധര മേനോനോടൊപ്പം ജയന്തി ഉണ്ടെന്ന് അറിവ് കിട്ടി. ഞാനപ്പോൾ കന്റോൺമെൻറ്റ് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ആഗ്രയിൽ ഞാൻ തിരിച്ചെത്തി. എനിക്ക് ജയന്തിയെ കാണണം, സംസാരിക്കണം. ഡൽഹിയിൽ ജയന്തി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്ക് അവളെ കൊല്ലപ്പള്ളിക്ക് തിരിച്ചയച്ച വിവരമൊന്നും ഞാൻ അറിയുന്നില്ല. അത് ഞാൻ അറിഞ്ഞപ്പോഴേക്കും വൈകി. ജയന്തിയെ പാലായിലുള്ള ഏതോ ഒരു ബിസിനസ്സുകാരൻ കല്യാണം കഴിച്ചു എന്നാണ് എനിക്ക് അവളെപ്പറ്റി ഏറ്റവും ഒടുവിൽ കിട്ടിയ അറിവ്. അത് സത്യമായിരുന്നു. അത് കേട്ടപ്പോൾ പപ്പയ്ക്ക് എന്ത് തോന്നി? എന്ത് തോന്നാൻ? സ്റ്റാൻലി സ്വയം പരിഹസിക്കുന്നത് പോലെ ഒന്ന് ചിരിച്ചു. എന്നോട് തന്നെ ഒരു തരം അവജ്ഞ. അന്ന് ജയന്തിയോടും ആ കുടുംബത്തോടും വല്ലാത്തൊരു പകയും വിദ്വേഷവും തോന്നിയിരുന്നു. പിന്നെ ഞാനത് മറന്നു.
ജയന്തിയുടെ ബന്ധുക്കൾ വന്ന് ബ്രെയിൻ വാഷ് ചെയ്താൽ തീരാവുന്ന അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് എന്നോടുള്ള ബന്ധം. ചിലപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം, പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാകാം. എന്തായാലും സംഭവിച്ചതെല്ലാം മറച്ചുവെച്ച് വേറൊരുത്തന് താലി കെട്ടാൻ അവൾ കഴുത്ത് കാട്ടിക്കൊടുത്തു. സ്റ്റാൻലി TV സ്റ്റാൻഡിനരികെ വന്ന് TVക്ക് മീതെ വലത് കൈവച്ച് എന്തോ ആലോചിച്ചു നിന്നു. അല്പം കഴിഞ്ഞ് അലീനയുടെ സമീപത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്കിതെല്ലാം ഒരു പഴങ്കഥ പോലെയാണ്. ഞാൻ ആ കഥയിലെ ഒരു കഥാപാത്രമായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസം. പഴങ്കഥയിൽ നിന്നല്ലേ പപ്പ ഞാൻ ഉണ്ടായത്? അങ്ങനെയല്ലേ ഞാൻ ഇവിടെ വന്നത്? അതൊരു അത്ഭുതം, മിറക്കിൾ എന്നൊക്കെ പറയില്ലേ? ഇനി അതിൻ്റെ മറുവശം ഞാൻ പറയാം. പറഞ്ഞിട്ട് എന്ത് ഫലം? പപ്പ അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികളുണ്ട്. അതിലൊന്ന്, അമ്മയെ ആങ്ങളമാർ വന്ന് ആഗ്രയിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയിട്ടും എത്രയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടും അമ്മ പപ്പയെ തള്ളിപ്പറയാനോ ഉപേക്ഷിക്കുവാനോ തയ്യാറായിട്ടില്ല. 2, പപ്പയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് അമ്മയെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് രാവണ്ണി മേനോൻ എന്ന ബന്ധുവിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചത്. പപ്പയുടെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും കൂടി ഒത്തുകളിച്ച് പപ്പയ്ക്കും വേറെ കല്യാണം നിശ്ചയിച്ചെന്ന് വരുത്തി തീർത്തു. അത് അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പ്രസവശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ അമ്മയെ പപ്പയുടെ വിവാഹ ക്ഷണക്കത്ത് കാട്ടി കല്യാണം നടന്നു കഴിഞ്ഞെന്ന് വിശ്വസിപ്പിച്ചു. പപ്പ ഈ സമയത്ത് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നൊന്നും അമ്മ അറിയുന്നില്ലല്ലോ. കാത്തിരുന്ന് പ്രസവിച്ച കുട്ടി മരിച്ചു. സ്നേഹിച്ചു വിശ്വസിച്ച ആൾ വേറെ വിവാഹം കഴിച്ചു. ഈ 2 സംഭവങ്ങളും അമ്മയുടെ മനസ്സിലുണ്ടാക്കിയ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ലെന്നാ എൻ്റെ വിശ്വാസം. അമ്മയ്ക്ക് ഒരിക്കലും അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടില്ല. വാക്ക് പറഞ്ഞ ആങ്ങളമാർ ചതിക്കുമെന്നൊന്നും അമ്മയ്ക്കറിയില്ലല്ലോ. അവർ പറഞ്ഞത് കള്ളമാണെങ്കിൽ കൂടി പപ്പ അമ്മയെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കില്ലല്ലോ എന്നും വിചാരിച്ച് കാണും. മാത്രമല്ല, അന്ന് മൊബൈൽ ഫോണുകളില്ല, STD ബൂത്തുകളില്ല, മറ്റ് അന്വേഷണ സൗകര്യങ്ങളില്ല. കത്തുകളും ബുക്ക് ചെയ്ത് വിളിക്കുന്ന ട്രങ്ക് കോളുകളുമാണ് അകലെ ഇരിക്കുന്നവർക്ക് തമ്മിൽ ബന്ധപ്പെടാനുള്ള ഏക മാർഗം. അമ്മ കത്തുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ട്രങ്ക് കോളുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന പപ്പയുടെ അടുത്തെത്തില്ലെന്ന് തീർച്ചയല്ലേ? സ്റ്റാൻലി അനുകൂലാർത്ഥത്തിൽ മന്ദമായിട്ട് തലകുലുക്കി. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നത്? അല്ല, ഇവിടെ വന്ന ശേഷം പലപ്പോഴായിട്ട് അറിഞ്ഞതാ പല കാര്യങ്ങളും. ഒന്നുകിൽ മനുവേട്ടൻ പറയും, അല്ലെങ്കിൽ രോഹിത്ത്. ഇവിടെ വന്ന ശേഷം ഞാൻ അച്ഛനോടും ചില സംഗതികളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടിയാകുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ. സ്റ്റാൻലി എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് മൂളി. പപ്പ ഇതൊന്നും ഓർക്കാറില്ലേ? വെറുതെ ഇരിക്കുമ്പോൾ? ഇല്ല, സ്റ്റാൻലി ഷാഠ്യം പോലെ പറഞ്ഞു. പപ്പയ്ക്ക് അമ്മയെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ ഒരിക്കലെങ്കിലും? ഇല്ല. നിങ്ങൾ തമ്മിൽ എന്തുമാത്രം സ്നേഹിച്ചിരുന്നതാ പപ്പ. എന്നിട്ടും എങ്ങനെയാ ഒരാൾക്ക് മറ്റൊരാളെ തീർത്തും മറക്കാൻ കഴിയുന്നത്? അത് നമ്മുടെ കുറ്റമല്ല, കാലം. എനിക്കാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും കാണുന്നതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും എന്തൊരു സന്തോഷമാണെന്നറിയോ? ഒന്നും മിണ്ടണ്ട, വെറുതെ ഒന്ന് കണ്ടാൽ മതി. അതിലൊന്നും ഒരു അർത്ഥവുമില്ല അലീന. പപ്പ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. പപ്പ അതെനിക്ക് സാധിച്ചു തരുമോ? അങ്ങനെ ബ്ലൈൻഡായിട്ട് വാക്ക് തരാനൊന്നും പറ്റില്ല. എന്നാലും പറ. പപ്പയും അമ്മയും കൂടി ഒന്നിച്ചു നിന്നിട്ട് എന്നെ നടുക്ക് നിർത്തി ഒരു ഫോട്ടോ. അതൊന്നും നടപ്പുള്ള കാര്യമല്ല അലീന. നടക്കും. പപ്പയൊന്ന് നിന്നു തന്നാൽ മാത്രം മതി. ഞാൻ അതിനുള്ള അവസരം ഉണ്ടാക്കിക്കോളാം. നീ ഇങ്ങനെ സില്ലി കാര്യങ്ങളൊന്നും തലയിൽ കൊണ്ട് നടക്കരുത് അലീന. എന്നാൽ എനിക്ക് ഒരു ആഗ്രഹം കൂടി പപ്പയോട് പറയാനുണ്ട്. പറയട്ടെ? സ്റ്റാൻലി സംശയിച്ച് മകളെ നോക്കി പറഞ്ഞോ. ഒരു ദിവസം പപ്പ എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം. എന്നെ പിടിച്ച് അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് പപ്പ പറയണം, ഇവൾ നമ്മുടെ മോളാണ്. പപ്പയല്ലാതെ ആര് പറഞ്ഞാലും അമ്മയ്ക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റില്ല. അപ്പോഴേക്കും അലീനയുടെ മിഴികൾ തുളുമ്പി. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ സാവധാനം മുറിവിട്ടിറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.